ഇതുപോലെയുള്ള നല്ല നീറ്റായിട്ടുള്ള വീനക് കോളർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ്ങിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ലെങ്ത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്തു, ഒരു 3/4 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തു. മുകളിൽ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 3.25 കൂടെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലൊരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തു. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പും കൊടുത്തു. ശേഷം ഒരു 1/2 ഇഞ്ചും കൂടെ ഇപ്പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിലൊന്ന് വരച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്ത ലൈനിങ് നമ്മൾ മെയിൻ മെറ്റീരിയലിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് നമ്മൾ ബാക്കിൽ നെക്ക് കട്ട് ചെയ്യുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് നെക്കിൻ്റെ ആ ഒരു ലെവൽ വരുന്നത്. ഇതുപോലെ 2 ഷോൾഡർ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 3.5 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു പീസ് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിലൊരു ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ കുറച്ച് ഒരു 1/2 ഇഞ്ചൊക്കെ ഗ്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നല്ല വശത്ത് തന്നെ വെച്ചിട്ട് ഇതുപോലെ കുറച്ചൊന്ന് അധികം ലെങ്ത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ലേസ് വെച്ചതിൻ്റെ സ്റ്റിച്ചിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാക്ക് പോർഷന് സ്റ്റാർട്ട് ചെയ്യുന്നത് അഥവാ ഷോൾഡറിൽ വരുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് നീഡിലൊന്ന് കുത്തി വെച്ചിട്ട് പിന്നെ വേണം നമ്മൾ ഫൂട്ട് പൊക്കിയിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്കിൻ്റെ എൻഡിൽ വരുന്ന കോർണറിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്യാനുള്ളത് നമുക്ക് എത്രയാണ് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിന് താഴേക്കായിട്ട് നമുക്ക് ഇതുപോലൊരു പീസ്, അത് ഏത് കളറോ അല്ലെങ്കിൽ സെയിം മെറ്റീരിയലിൻ്റെ തന്നെ ആയാലും കുഴപ്പമില്ല, ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു പീസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വീനക് കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.